മറ്റൊന്നും ചിന്തിക്കാനില്ലാതെ, അതായത് പുസ്തകം വായിക്കാനില്ലാതെ, മൊബൈൽ ഫോൺ ഉപയോഗിക്കാനില്ലാതെ, മറ്റ് പുറത്ത് ലോകവുമായിട്ട് ബന്ധമില്ലാതെ തമ്മിൽ മാത്രം സംസാരിക്കുകയും കണക്ട് ചെയ്യുകയും വേണ്ടുന്ന ഒരവസ്ഥയിൽ 100 ദിവസത്തോളം താമസിക്കാനായിട്ടുള്ളൊരു സംവിധാനമാണ് ഈ ബിഗ് ബോസ് ഹൗസ്. അവിടെ ചില പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒക്കെ കഴിഞ്ഞ് അതിനെ കടന്ന് 100 ദിവസം എത്തിച്ചേരുക. ആ 100 ദിവസത്തിൽ എത്തിച്ചേരുമ്പോൾ പുറത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഇഷ്ടം കൂടി നേടിയെടുത്ത് വേണം ഈ 100-ാം ദിവസത്തിലേക്ക് എത്താൻ എന്നുള്ളൊരു കാര്യവും കൂടെ ഉണ്ട്. അപ്പോൾ ഈ 100 ദിവസത്തിലേക്ക് എത്തിച്ചേരുന്ന ആളുകളായിരിക്കും, പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ആളുകളായിരിക്കും അതിൻ്റെ വിന്നറാവുന്നത്, അല്ലെങ്കിൽ ബെസ്റ്റ് 5-ൽ വരുന്നത്. നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6-ലെ മറ്റൊരു മത്സരാർത്ഥിയെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. യമുന റാണി. യമുന സഹപ്രവർത്തകയാണ്. ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ ആത്മസംഘടനയുടെ മീറ്റിങ്ങിലും മറ്റു ഫംഗ്ഷനുകളിലൊക്കെ വെച്ച് യമുനയെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അറിയാം. യമുന എന്ന് കേൾക്കുമ്പോഴത്തേക്ക് യമുന നദി കുത്തിയൊഴുകുന്ന ഒരു നദിയായിട്ടാണ് നമ്മുടെ മനസ്സിൽ. പക്ഷേ യമുന ഇവിടെ നിന്ന് ബിഗ് ബോസിൽ പോയ യമുന ഒരു ചെറിയൊരു കനാല് പോലും ആകാതെയാണ് തിരിച്ചു വന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം. കാരണം എന്തിനാണ് അത്തരത്തിലൊരു ഷോയിൽ പോയത് എന്ന് അറിയാതെ പോയിട്ട് തിരിച്ചു വന്നതുപോലെ. മാത്രമല്ല, ഇടയ്ക്കെപ്പോഴും പറയുന്നത് കേട്ടു, കുറച്ച് നേരം അവിടെ നിന്നല്ലേ എനിക്ക് മുട്ടുവേദന എടുക്കുന്നു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ പോകുന്നതിന് പകരം വഴിതെറ്റി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതാണോ എന്നൊരു സംശയം. കാരണം അവിടെ ഇച്ചിരി ആയാസമുള്ള ചില ജോലികൾ ചെയ്യേണ്ടതുണ്ട്. ചില ടാസ്കുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ആളുകൾക്ക് പോലും ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ചില ടാസ്കുകൾ അവിടെ കിട്ടാറുണ്ട്. വേണമെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോയത്? തിരഞ്ഞെടുക്കുന്നവർ പല ഘട്ടങ്ങളിലൂടെ ഇൻ്റർവ്യൂ നടത്തി തിരഞ്ഞെടുക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവരാണെന്നാണ് വൈപ്പ്. അപ്പോൾ അതിൽ ആ കാര്യത്തിൽ അവർ പരാജയമായിരുന്നു. പിന്നെ അവിടെ വന്നതിന് ശേഷം എന്നാൽ എൻ്റെ പ്രസൻസ് അറിയിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിലും അവർ പരാജയമായിരുന്നു എന്ന് വിഷമത്തോടുകൂടി പറയേണ്ടി വരും. വിഷമത്തോടുകൂടി എന്ന് പറയാൻ കാരണം ഇവരെ പോലുള്ളവർ പോകുമ്പോൾ ഇവരുടെയൊക്കെ അനുഭവ സമ്പത്തും കാര്യങ്ങളും അവിടെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് വളരെ വിശാലമായ ഒരു അർത്ഥവും നല്ല മെസ്സേജുള്ളൊരു കോൺസെപ്റ്റായിട്ടാണ്. കാരണം നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ആളുകൾ, വിവിധ സംസ്കാരങ്ങൾ വളർന്നവർ, വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ള, വിവിധ ജ്ഞാനം ഉള്ളവർ, വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ആൺ പെൺ വ്യത്യാസം, ആൺ പെൺ ഭിന്നലിംഗ മതസ്ഥർ, ഇവരെല്ലാവരും കൂടി മറ്റൊന്നും ചിന്തിക്കാനില്ലാതെ, അതായത് പുസ്തകം വായിക്കാനില്ലാതെ, മൊബൈൽ ഫോൺ ഉപയോഗിക്കാനില്ലാതെ, മറ്റ് പുറത്ത് ലോകവുമായിട്ട് ബന്ധമില്ലാതെ തമ്മിൽ മാത്രം സംസാരിക്കുകയും കണക്ട് ചെയ്യുകയും വേണ്ടുന്ന ഒരവസ്ഥയിൽ 100 ദിവസത്തോളം താമസിക്കാനായിട്ടുള്ളൊരു സംവിധാനമാണ് ഈ ബിഗ് ബോസ് ഹൗസ്. അവിടെ ചില പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒക്കെ കഴിഞ്ഞ് അതിനെ കടന്ന് 100 ദിവസം എത്തിച്ചേരുക. ആ 100 ദിവസത്തിൽ എത്തിച്ചേരുമ്പോൾ പുറത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഇഷ്ടം കൂടി നേടിയെടുത്ത് വേണം ഈ 100-ാം ദിവസത്തിലേക്ക് എത്താൻ എന്നുള്ളൊരു കാര്യവും കൂടെ ഉണ്ട്. അപ്പോൾ ഈ 100 ദിവസത്തിലേക്ക് എത്തിച്ചേരുന്ന ആളുകളായിരിക്കും, പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ആളുകളായിരിക്കും അതിൻ്റെ വിന്നറാവുന്നത്, അല്ലെങ്കിൽ ബെസ്റ്റ് 5-ൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ പല കാര്യങ്ങളും നമുക്കവിടെ ചർച്ച ചെയ്യപ്പെടാം. പല വിവിധ ആശയങ്ങൾ തമ്മിലുള്ളൊരു സംഘടന ഉണ്ടാകും. ഇവിടെ സംഭവിക്കുന്ന ആശയങ്ങൾ തമ്മിലുള്ള സംഘടനമല്ല, ഈ തെറികൾ തമ്മിലുള്ള സംഘടനമാണ്, പരസ്പരം വ്യക്തികൾ തമ്മിലുള്ള സംഘടനമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. ഇവിടെ യമുന എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ നിർത്തിക്കൊണ്ട് ഞാൻ ബിഗ് ബോസ് ഹൗസിനെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ, ബിഗ് ബോസ് ഹൗസിൽ എത്തപ്പെടുന്ന യമുനയെ പോലുള്ള പല ആളുകളും അവിടെ മറ്റ് അഭ്യാസങ്ങൾ കാണിക്കാൻ കഴിവുള്ളവർ അവരവിടെ കാണിക്കട്ടെ. അഭ്യാസങ്ങൾ കാണിക്കാൻ കഴിവില്ലാത്തവർ തൻ്റെ ചിന്തകൾ കൊണ്ട് പോരാടാം, തൻ്റെ ആശയങ്ങൾ കൊണ്ട് പോരാടാം. അത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ അവിടെ നമ്മൾ മോഹൻലാൽ അവിടെ വന്നപ്പോൾ അദ്ദേഹം കുറേ മോട്ടിവേറ്റ് ചെയ്യാൻ പറയും. നിങ്ങൾക്ക് എന്തൊക്കെ സംസാരിക്കാം, അവിടെ നിങ്ങൾക്ക് സിനിമയെക്കുറിച്ച് സംസാരിക്കാം, സാഹിത്യം സംസാരിക്കാം, മറ്റു വിഷയങ്ങൾ സംസാരിക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും അത് സംസാരിക്കാനില്ല. സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാനോ തെറി വിളിക്കാനോ അല്ലാണ്ട് വേറെ ഒന്നും സംസാരിക്കുന്നതായിട്ട് അവിടെ കാണുന്നില്ല. അപ്പോൾ ശരിക്കും ചില ഡിബേറ്റുകൾ അവിടെ ഉണ്ടാവട്ടെ. ഉദാഹരണമായി
ഓട്ടോറിക്ഷ തൊഴിലാളികൾ പൊതുവെ ഈ യാത്രക്കാരോട് മോശമായി പെരുമാറുന്നവരാണ് എന്നൊരു വൈപ്പുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? ട്രാഫിക് റൂളുകൾ നിരന്തരം നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ട്രാഫിക് റൂളുകൾ വയലേറ്റ് ചെയ്യപ്പെടുന്നു. അത് അത്തരം വയലേറ്റ് ചെയ്യപ്പെടുന്നവരെ ദിവസവും നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ മലയാളികൾ ബോധവാന്മാരല്ല? അതിനെന്ത് പരിഹാരം ഉണ്ടാക്കാം? ഇവിടെ ഈ അടുത്ത കാലത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ പറഞ്ഞ് വിളിക്കുന്ന അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ പറഞ്ഞ് വിളിക്കുന്ന അന്യഭാഷ അല്ലെങ്കിൽ മറുനാടൻ തൊഴിലാളികൾ ഇവിടെ വന്ന് എന്തുമാത്രം അക്രമങ്ങളും ക്രൂരതകളുമാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. വളരെ ബ്രൂട്ടലായിട്ട് മനുഷ്യരെ കൊല്ലുകയും പെൺകുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൾച്ചറിലേക്ക് അവരിവിടെ എത്തിച്ചേരുകയും കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടെ മനുഷ്യരെ കൊല്ലുകയും അത് അവർ തമ്മിലാവട്ടെ അവർ മൂലം നമ്മൾ മലയാളികളായിട്ട് കഴിഞ്ഞ ആഴ്ച വിനോദ് എന്ന പേരുള്ള 2 പേരെയാണ് 2 അതിഥി തൊഴിലാളികൾ കൊന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് ഈ ആസാം, ബീഹാർ, ഒറീസ ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ കേരള പോലീസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങേണ്ടതുണ്ട്. കാരണം ഇവിടെ നിന്ന് എന്തെങ്കിലും കൊലപാതകം നടത്തിയിട്ട് അടുത്ത ട്രെയിൻ കയറി ഉടനെ പോവുക. പിന്നെ പോലീസുകാർ പുറകിന് പോയി ആസാമെന്നോ ഒറീസയെന്നോ ഏതെങ്കിലും ചെറിയ ഗ്രാമങ്ങളിൽ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ പോയി അവരെ തപ്പിയെടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എഫർട്ടാണ്. ഇതിന് പേര് അവിടെ ഓരോ ഔട്ട് പോസ്റ്റ് അങ്ങ് തുടങ്ങുക. ഇവിടെ നിന്ന് വിളിച്ചു ഇവിടെ ആൾ വരുന്നുണ്ട്, വരുമ്പോഴേ പിടിച്ചോണേ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് എളുപ്പമായി ആ ഒരു സംവിധാനത്തിലേക്കാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനെന്ത് പരിഹാരമെന്ത്? ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടാൽ ഒരുപക്ഷെ അവിടെ നിന്ന് തുരുത്തിരിഞ്ഞ് വരുന്ന ആശയങ്ങൾ നല്ലതാണെങ്കിൽ അത് അധികാരികളുടെ ശ്രദ്ധയിൽ പോലും പെടുകയും അവർ ചിലപ്പോൾ അത് നിയമപ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യാൻ പോലും കഴിഞ്ഞേക്കാവുന്ന ഒരു നല്ല കോൺസെപ്റ്റാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയും. 24 മണി 24/7 24 മണിക്കൂർ നമുക്ക് സമയമുണ്ട്. പുറമെ 6-8 മണിക്കൂറുകൾ കഴിഞ്ഞാൽ ബാക്കി സമയങ്ങളെല്ലാം വഴക്കിട്ട് തീർക്കണം. കണ്ടക്ഷോഭം നടത്തി തെറിയും വിളിച്ച് അപ്പനെയും വിളിച്ച് അമ്മയും വിളിച്ച് വീട്ടുകാരെയും വിളിച്ച് നാട്ടുകാരെയും വിളിച്ച് കളയണോ? ഇതൊക്കെ പിള്ളേരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്ത് സന്ദേശമാണ്? എല്ലാ കലാസൃഷ്ടികളും നാടിനെ നന്നാക്കാനും വേണ്ടിയിട്ടൊന്നുമല്ല. എങ്കിൽ പോലും തൻ്റെ കലാസൃഷ്ടികളിലൂടെ സിനിമയായാലും ഇതുപോലെ ഷോകളായാലും മറ്റ് ചിത്രരചനയായാലും എന്ത് കലാസൃഷ്ടിയായാലും അതിലൂടെ നാട്ടുകാർക്ക് കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു മാനസിക നവീകരണം സംഭവിക്കാൻ കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. ഇതെന്ത് വൈമാർ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയുന്നതിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് എന്ത് നേട്ടമാണ് ചെയ്യുന്നവരും അതിൽ ഉൾപ്പെടുന്നവരും ഒക്കെ സമ്പാദിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തേണ്ടതിന് പകരം തെരുവിളിച്ചും ഒക്കെ സമൂഹത്തിനെ മലീമസമാക്കിക്കൊണ്ടിരിക്കാതെ ഇവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അതായിരുന്നു. അങ്ങനെ ചെയ്യാമായിരുന്നു, അത് ചെയ്തില്ല. അങ്ങനെ ഒരടയാളപ്പെടുത്തലും ഇല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ശ്രീമാൻ സുരേഷ് മേനോനും ശ്രീമതി യമുന റാണിയോടും വളരെ ഖേദത്തോടെ ടാറ്റ പറയുകയെ നിർവാഹമുള്ളൂ. അവർ ബിഗ് ബോസിന് പ്രാപ്തരല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് അവർ പുറത്തു പോയത്. പ്രാപ്തരായവർ പുതിയതായിട്ട് കയറിയവരാരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. നാളെ മറ്റൊരാളെക്കുറിച്ച് പറയാം.